ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما ولولا فضل الله عليك താങ്കളുടെ മേലുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹവും വറഹ്മതുഹു അല്ലാഹുവിന്റെ കാരുണ്യവും ഉണ്ടായിരുന്നില്ല എങ്കിൽ ലഹമ്മത് ത്വായിഫത്തും മിൻഹും അവരിൽ ഒരു കൂട്ടം ആളുകൾ ഉദ്ദേശിക്കുമായിരുന്നു അയ്യുദില്ലൂക് താങ്കളെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുമായിരുന്നു വമാ യുദില്ലൂന ഇല്ലാ അൻഫുസഹും പക്ഷേ അവരെ മാത്രമാണ് വഴികെടുത്തുന്നത് വമാ യദുറൂനക മിൻ ശൈഇ അവർ താങ്കളെ അല്പം പോലും ബുദ്ധിമുട്ടിക്കുന്നതല്ല അല്ലാഹു ഇറക്കിയിരിക്കുന്നു അലൈക താങ്കളുടെ മേൽ അൽ കിതാബ് വിശുദ്ധ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നു വൽ ഹിക്മ തത്വജ്ഞാനം ഇറക്കിയിരിക്കുന്നു വഅല്ലമക മാ ലം തകുൻ തഅലം താങ്കൾ അറിയാത്ത ധാരാളം കാര്യങ്ങൾ താങ്കളെ പഠിപ്പിച്ചിരിക്കുന്നു വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ താങ്കളുടെ മേലുള്ള അല്ലാഹുവിൻ്റെ അനുഗ്രഹം വളരെ മഹത്തരമായിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ചെയ്ത ചില അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ശരിയായ ബന്ധമുണ്ടാക്കിയെടുത്താൽ ആ അനുഗ്രഹത്തിൻ്റെ അംശങ്ങൾ, അതിൻ്റെ പ്രയോജനങ്ങൾ നമുക്കും ലഭിക്കുന്നതാണ്. അള്ളാഹു ആ നിലയിൽ ഇത് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു മുസ്ലിം നാമധാരിയും യഹൂദിയും തമ്മിലുള്ളതായ പ്രശ്നത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിക്ക് അനുകൂലമായ തീരുമാനമെടുത്തു. എന്നാൽ ആ സന്ദർഭത്തിൽ ആ മുസ്ലിം നാമധാരിയുടെ ബന്ധുക്കൾ അദ്ദേഹത്തിന് അനുകൂലമായി ഒരു തീരുമാനമുണ്ടായാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. ആരംഭത്തിൽ അവർ കാര്യം അറിയാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയും ചെയ്തു. അല്ലാഹു തആല അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മതുഹു പ്രവാചകരെ, പടച്ചവൻ്റെ വലിയ ഔദാര്യവും കാരുണ്യവും താങ്കളുടെ മേൽ വർഷിച്ചിരിക്കുന്നു, വർഷിച്ചു കൊണ്ടിരിക്കുന്നു.
لهم طائفة منهم أن يضلوك. അത് കാരണമായി അവരിൽ ഒരു വിഭാഗം താങ്കളെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത് പോലുമില്ല. സുബ്ഹാനല്ലാഹ്. പടച്ചവൻ്റെ അനുഗ്രഹവും ഔദാര്യവും താങ്കളുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ താങ്കളെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുന്ന പോലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പിശാച് പരിപൂർണമായി നിരാശപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഓരോ മനുഷ്യൻ്റെ അകത്തളങ്ങളിലും രണ്ട് രഹസ്യ കൂട്ടുകാരുണ്ട്. ഒന്നൊരു മലക്ക് നന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, രണ്ടൊരു പിശാച് തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. സഹാബത്ത് ചോദിച്ചു, താങ്കൾക്കുമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. പക്ഷേ പടച്ചവൻ എന്നെ സഹായിച്ചു, അവൻ എനിക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു. അങ്ങനെ അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ സുരക്ഷിതമായി. പ്രത്യേകിച്ചും കുടുംബ പ്രശ്നങ്ങൾ, സാമുദായിക വഴക്കുകൾ ഇതുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അവർക്ക് അനുകൂലമായി ചാഞ്ഞു പോകുന്നതാണ്. അള്ളാഹു പറയുന്നു, പടച്ചവൻ്റെ അനുഗ്രഹവും ഔദാര്യവും ഉണ്ടായതുകൊണ്ട് താങ്കളെ വഴികെടുത്താൻ അവർ ഉദ്ദേശിക്കുന്ന പോലുമില്ല, അവർക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ വെറുതെ ഒന്നവർ പരിശ്രമിച്ചു നോക്കി, ആ പരിശ്രമം നടന്നതുമില്ല. മറുഭാഗത്ത് പടച്ചവൻ ശക്തമായി ശകാരിക്കുകയും ആ നാമധാരിയായ മുസ്ലിം ഒഴിച്ച് വേറെ എല്ലാവരും നല്ല വഴിയിലേക്ക് വരികയും ചെയ്തു. വമാ യുദില്ലൂന ഇല്ലാ അൻഫുസഹും വമാ യദുറൂനക മിൻ ശൈ. പ്രവാചകരെ, താങ്കൾ അറിയണം, ജനങ്ങൾ താങ്കളെ കുറിച്ചറിയണം. ശത്രുക്കൾ എന്തെല്ലാം പരിശ്രമിച്ചാലും, താങ്കൾക്കെതിരായി എന്തെല്ലാം ചെയ്താലും അതിൻ്റെ നാശനഷ്ടങ്ങൾ അവർക്ക് മാത്രമാണ്, താങ്കൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ഈ രണ്ട് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഇവിടെ ഒന്ന് നിന്ന് നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിച്ചാൽ പിശാചിൻ്റെ മുഴുവൻ ദുർബോധനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാശം മുറുകെ പിടിച്ചാൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. ഖുർആൻ്റെ വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, ഇല്ല അതാ കുറച്ച് അല്ലറ ചില്ലറ ഉപദ്രവങ്ങൾ ഉണ്ടാകും, വേറെ ഒന്നും ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അന്ന് മുതൽ ഇന്ന് വരെയും ഇസ്ലാമിക സമൂഹം സുരക്ഷിതമായി നിലനിന്ന് വരുന്നത്. എത്രയോ എതിർപ്പുകൾ, എത്രയോ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായി. പക്ഷേ ഈ സമുദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തിൽ ഉറച്ചു നിന്നു, അള്ളാഹു രക്ഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധം നന്നാക്കാൻ എന്ത് ചെയ്യണം? വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മത വഅല്ലമക മാ ലം തകുൻ തഅലം. അള്ളാഹു താങ്കൾക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു, പുണ്യമായ ഹദീസാകുന്ന തത്വജ്ഞാന നിബിഡമായ വിജ്ഞാനങ്ങളും ഇറക്കി തന്നിരിക്കുന്നു. താങ്കൾ അറിയാത്ത ധാരാളം അറിവിൻ്റെ കവാടങ്ങൾ തുറന്നു തന്ന് വിജ്ഞാനത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു താങ്കളെ ഉയർത്തിയിരിക്കുന്നു. ആകയാൽ ആരെല്ലാം ഈ പരിശുദ്ധ ഖുർആനും പ്രവാചക വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെടുമോ അവർക്ക് പ്രവാചകരുമായി ശരിയായ ബന്ധമുണ്ടാകുന്നതാണ്. അവർ വഴികെടുന്നതല്ല, മറിച്ച് സന്മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നതാണെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്കും സന്മാർഗത്തിന് അവർ കാരണമാകുന്നതാണ്.
വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ്, അള്ളാഹു താങ്കളുടെ മേൽ വിശുദ്ധ ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു, പരിശുദ്ധ ഖുർആൻ. വൽ ഹിക്മ, തത്വജ്ഞാനങ്ങളും പടച്ചവൻ ഇറക്കി തന്നിരിക്കുന്നു. ഹദീസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഇന്ന് ചിലർ ഹദീസിനെ നിന്ദിക്കാനും നിസ്സാരപ്പെടുത്താനും അവരുടെ വായാടിത്തരങ്ങളെ ഹദീസിനേക്കാളും ഉന്നതമായി ചിത്രീകരിക്കാനും പരിശ്രമിക്കുന്നു. പരിശുദ്ധമായ ഹദീസ് ഖുർആൻ പോലെ ആദരണീയമാണ്, അതുപോലെ വിശുദ്ധമാണ്. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, അല്ലാഹു ഖുർആനിനെ ഇറക്കി ഹിക്മത്തിനെയും ഇറക്കി തന്നിരിക്കുന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം, ഈ ഖുർആനിലൂടെയും ഹദീസിലൂടെയും വിജ്ഞാനത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് പടച്ചവൻ താങ്കളെ ഉയർത്തിയിരിക്കുന്നു. വെറും വിജ്ഞാനം മാത്രമല്ല, പ്രയോജനപ്രദമായ വിജ്ഞാനം, തങ്ങൾക്കും മുഴുവൻ ലോകത്തിനും പ്രയോജനമുണ്ടാകുന്ന വിജ്ഞാനം. പ്രിയപ്പെട്ട സമുദായമേ, ആ വിജ്ഞാനവുമായി നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങളും ശരിയായ മാർഗത്തിലേക്ക് വരുന്നതാണ്, അല്ല ഉറച്ചു നിൽക്കുന്നതാണ്, പ്രകാശിക്കുന്നതാണ്. ആ പ്രകാശം പരിസരം മുഴുവനും പരക്കുന്നതാണ്. പക്ഷേ അതിനോട് ആദരവ് വേണം, ബഹുമാനം വേണം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന അവസ്ഥയുണ്ടാകരുത്. പത്രം വായിക്കാൻ എത്ര സമയം, യൂട്യൂബ് നോക്കാൻ എത്ര സമയം, പരിശുദ്ധ ഖുർആൻ പാരായണത്തിനും പഠനത്തിനും എത്ര സമയം ചിന്തിച്ചു നോക്കി. അതുപോലെ പുണ്യമായ ഹദീസുകൾ പഠിക്കാൻ എത്ര സമയം. അള്ളാഹു ഇന്നത്തെ കാലഘട്ടത്തിൽ എളുപ്പമാക്കിയിരിക്കുന്നു. ദർസുൽ ഖുർആൻ ഗ്രൂപ്പ് വഴിയായി ഖുർആനും ഹദീസും നിരന്തരം പഠിപ്പിക്കപ്പെടുന്നു. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. പടച്ചവൻ താങ്കളോട് ചെയ്ത ഔദാര്യം വളരെ മഹത്തരമാണ്. ഇത് താങ്കളോട് മാത്രമല്ല, താങ്കളിലൂടെ മുഴുവൻ ലോകത്തിനും ചെയ്ത അനുഗ്രഹമാണ്. ആരെല്ലാം ഖുർആനിലേക്ക് വരുമോ, ഹദീസിലേക്ക് വരുമോ, അവർക്ക് സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. തിരിച്ചും പറയട്ടെ, അള്ളാഹു ഭയം നൽകുമാറാകട്ടെ. ആരാണ് ഖുർആനിനെയും ഹദീസിനെയും വിലമതിക്കാത്തത്, അവർ അപകടമുനമ്പിലാണ്. ഏത് സമയത്തും വഴിപഴയ്ക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് ഖുർആനിൻ്റെ ഹദീസിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിനെ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ.